കൈക്കൂലി കേസിൽ ഇന്ത്യൻ വ്യവസായി ഗൗതം അദാനി, ബന്ധുവും അദാനി ഗ്രീൻ എനർജിയുടെ മുതിർന്ന ഉദ്യോഗസ്ഥനുമായ സാഗർ അദാനി എന്നിവർക്കെതിരെ അമേരിക്കൻ കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ഇന്ത്യയിൽ സൗരോർജ്ജ പദ്ധതി കരാർ ലഭിക്കാൻ വിവിധ സംസ്ഥാനങ്ങളിലെ ഉദ്യോഗസ്ഥർക്ക് കോടിക്കണക്കിന് രൂപ കൈക്കൂലി നൽകിയെന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത്. $2 ബില്യൺ മൂല്യമുള്ള സൗരോർജ്ജ വിതരണ കരാറുകൾ നേടാൻ ഇന്ത്യൻ ഉദ്യോഗസ്ഥർക്ക് $265 മില്യൺ അതായത് ഏകദേശം 2029 കോടി രൂപ കൈക്കൂലി നൽകിയെന്നാണ് കുറ്റം. അമേരിക്കൻ നിക്ഷേപകരെ വഞ്ചിച്ചതിൽ നടപടി ആവശ്യപ്പെട്ട് US സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷനും കോടതിയെ സമീപിച്ചിട്ടുണ്ട്. സംഭവത്തിൽ അദാനി ഗ്രൂപ്പിലെ വിനീത് ജെയിൻ, രഞ്ജിത്ത് ഗുപ്ത, അസ്യൂർ പവറിന്റെ സിറിൽ കബെയിൻസ്, സൗരഭ് അഗർവാൾ, ദീപക് മൽഹോത്ര, രൂപേഷ് അഗർവാൾ എന്നിവർക്കെതിരെ കേസെടുത്തിട്ടുമുണ്ട്. കള്ളം പറഞ്ഞ് US നിക്ഷേപകരിൽ നിന്നും രാജ്യാന്തര ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും അദാനി ഗ്രൂപ്പ് ശതകോടികളുടെ നിക്ഷേപമാണ് സമാഹരിച്ചത്. കൈക്കൂലി കൊടുത്ത് ലഭിക്കുന്ന കരാറിലൂടെ 2 ദശാബ്ദത്തിനകം $200 കോടി അതായത് 16,000 കോടി രൂപ ലാഭം അദാനി ഗ്രൂപ്പ് ലക്ഷ്യമിട്ടെന്നും കുറ്റപത്രത്തിലുണ്ട്. കൈക്കൂലി നൽകിയതിന്റെ ഡിജിറ്റൽ രേഖകൾ ലഭിച്ചിട്ടുണ്ടെന്ന് US ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് വ്യക്തമാക്കുന്നു. അദാനി ഗ്രീൻ എനർജിക്ക് പുറമെ അസ്യൂർ പവർ കമ്പനിക്കെതിരെയും ആരോപണമുണ്ട്. കമ്പനിയുടെ പ്രവർത്തനങ്ങൾ, അമേരിക്കയിലെ സാന്നിധ്യം, ഇതിലെ അമേരിക്കൻ നിക്ഷേപകർ എന്നീ കാരണങ്ങൾ കൊണ്ടാണ് SEC പരാതിയുമായി മുന്നോട്ട് പോയത്. ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനിയാണ് അസ്യൂർ. 2021 അദാനി ഗ്രീൻ കോർപ്പറേറ്റ് ബോണ്ട് വിതരണവുമായി ബന്ധപ്പെട്ടതാണ് അദാനി ഗ്രൂപ്പുമായുള്ള കേസിലെ ബന്ധം. അമേരിക്കൻ നിക്ഷേപകർ കൂടി ഉൾപ്പെട്ട വിഷയമാണിത്. അമേരിക്കയിൽ ലിസ്റ്റ് ചെയ്ത കമ്പനികൾ പുതിയ കരാർ ലഭിക്കാനും അത് നിലനിർത്താനും വിദേശ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് പണം നൽകുന്നത് അമേരിക്കൻ നിയമപ്രകാരം, പ്രത്യേകിച്ച് ഫോറിൻ കറപ്റ്റ് പ്രാക്ടീസസ് ആക്ട് പ്രകാരം വിലക്കുണ്ട്. കമ്പനി അഴിമതിരഹിത നയമാണ് സ്വീകരിക്കുന്നതെന്ന് US ഭരണകൂടത്തെയും നിക്ഷേപകരെയും അദാനി ഗ്രീൻ എനർജി ലിമിറ്റഡ് തെറ്റിദ്ധരിപ്പിച്ചുവെന്ന് കുറ്റപത്രത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. കൈക്കൂലി നൽകിയതിൽ അദാനി ഗ്രൂപ്പിനൊപ്പം അസ്യൂർ പവറിനും പങ്കുണ്ടെന്നും കുറ്റപത്രത്തിൽ പറയുന്നു. 2020-24 കാലയളവിലാണ് കൈക്കൂലി സംഭവം നടക്കുന്നത്. ഈ സമയത്ത് അസ്യൂർ പവർ ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിരുന്നു. എന്നാൽ SECയിൽ ഫയലുകൾ നൽകുന്നതിൽ പരാജയപ്പെട്ടതോടെ കമ്പനിയെ 2023 പുറത്താക്കുകയായിരുന്നു. അറസ്റ്റ് വാറന്റ് വാർത്ത പുറത്തു വന്നതോടെ അദാനി ഗ്രൂപ്പ് കമ്പനികളുടെ ഓഹരികൾ കൂപ്പുകുത്തി. വ്യാഴാഴ്ച രാവിലത്തെ വ്യാപാരത്തിൽ ഏകദേശം $30 ബില്യൺ വിപണി മൂല്യമാണ് നഷ്ടമായത്. അദാനി എന്റർപ്രൈസസ് 23% കൂപ്പുകുത്തി. അദാനി എനർജി സൊല്യൂഷൻസ് 20% ഇടിഞ്ഞു. കൂടാതെ അദാനി പോർട്സ്, അദാനി ടോട്ടൽ ഗ്യാസ്, അദാനി ഗ്രീൻ, അദാനി പവർ, അദാനി വിൽമർ ആൻഡ് അദാനി എനർജി സൊല്യൂഷൻസ്, ACC, അംബുജ, NDTV എന്നിവയുടെ ഓഹരികളും ഇടിഞ്ഞിട്ടുണ്ട്. ഇതിനു പുറമെ അദാനിയുടെ ആസ്തിയിലും $10 ബില്യൺ ഇടിവാണ് രേഖപ്പെടുത്തിയത്. 10% കുറഞ്ഞ് $59.4 ബില്യൺ ആയെന്നാണ് റിപ്പോർട്ട്. അമേരിക്കയിലെ അറസ്റ്റ് വാറന്റിന് പിന്നാലെ കെനിയയും കടുത്ത നടപടിയാണ് അദാനി ഗ്രൂപ്പിനെതിരെ സ്വീകരിച്ചിട്ടുള്ളത്. രാജ്യത്തെ പ്രധാന എയർപോർട്ടിന്റെ വികസന പദ്ധതി, ഊർജ്ജ മന്ത്രാലയവുമായുള്ള $700 മില്യൺ കരാർ എന്നിവ റദ്ദാക്കി. എന്നാൽ കൈക്കൂലി ആരോപണം അടിസ്ഥാനരഹിതമാണെന്നാണ് അദാനിയുടെ വാദം. കേസ് നിയമപരമായി നേരിടും. നിയമവ്യവസ്ഥയോട് വിധേയത്വം പുലർത്തുന്ന സ്ഥാപനമാണ് അദാനി ഗ്രൂപ്പെന്നും അദ്ദേഹം പ്രസ്താവനയിൽ വ്യക്തമാക്കി. അതേസമയം ഗൗതം അദാനി ഇന്ത്യൻ നിയമവും അമേരിക്കൻ നിയമവും ലംഘിച്ചതായി വ്യക്തമായെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞു. അദാനി ഇപ്പോഴും രാജ്യത്ത് സ്വതന്ത്രനായി തുടരുന്നത് എന്തുകൊണ്ടെന്ന് മനസ്സിലാകുന്നില്ല. പല കേസുകളിലായി രാജ്യത്തെ വിവിധ മുഖ്യമന്ത്രിമാർ അറസ്റ്റിലായിട്ടും അദാനിക്കെതിരെ ഒരു നടപടിയുമില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അഴിമതിയിൽ പങ്കുണ്ട്. അദ്ദേഹമാണ് അദാനിയെ സംരക്ഷിക്കുന്നതെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു.